ഹായ്, ഇപ്പോ എന്റെ കൂടെ ഉള്ളത് ഷുക്കൂർക്കയും അതുപോലെ തന്നെ അരുണേട്ടനുമാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ന്യൂസിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. വയനാട് ആ ഒരു ദുരന്ത ബാധിത ആ ഒരു പ്രദേശത്ത് സൗജന്യമായിട്ട് മൊബൈൽ ഫോൺ റിപ്പയറിങ് ചെയ്യുന്നത് ടെക് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ കീഴിലായിട്ട് സൗജന്യമായിട്ട് മൊബൈൽ ഫോൺ റിപ്പയറിങ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് പോയിട്ട് 2 ദിവസത്തെ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു ദുരന്ത പ്രദേശത്ത് പോയിട്ട് ആ ഒരു സൗജന്യ സർവീസ്, അതും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തം ഷോപ്പിൽ നിന്ന് കംപ്ലീറ്റ് സാധനങ്ങൾ പെറുക്കിയെടുത്ത് പോയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പോയിട്ട് ചെയ്തുള്ള അവര് 2 പേരാണ് ഇപ്പോ എന്റെ കൂടെ ഉള്ളത്. അപ്പൊ അവരിപ്പോ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പൊ പോകുന്ന പോക്കില് ജസ്റ്റ് ഇവിടെ വന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ക്ഷണിക്കും ചെയ്തു, അങ്ങനെ ഇവിടെ വന്നു. അപ്പൊ അങ്ങനെ കിട്ടിയതാണ് നമുക്ക് ജസ്റ്റ്. അപ്പൊ അവര് അർജന്റായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ അടി ജസ്റ്റ് ഒന്ന് കിട്ടിയതാണ്. ഒന്ന് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്താന്നുള്ളത് രണ്ടാളോട് ഒന്ന് ചോദിച്ചു നോക്കാം. അനുഭവം പറയുകയാണെങ്കിൽ നമ്മൾ ഈ TV ചാനലിൽ കണ്ടിട്ടാണ് ശരിക്കും നമ്മളെല്ലാവരും അങ്ങനെ കണ്ടുപോകുന്നത്. ആ ചാനലിൽ അവർ ചെറിയ സ്ക്രീനിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോഴാണ് അതിന്റെ ഭീകരത മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ ഫോൺ സർവീസിനായിട്ട് ഇരിക്കുന്നുണ്ട്. സർവീസിന്റെ അടുത്തിരിക്കുമ്പോഴത്തേക്ക് പ്രദേശവാസികളൊക്കെ നമ്മളുടെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പല സമയത്തും ബോർഡ് കാണാൻ പറ്റത്തില്ല, കണ്ണ് നിറയുന്നുണ്ട്. അവരുടെ അനുഭവം കേട്ടിട്ട്, അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് നമ്മളെ കണ്ണ് നിറഞ്ഞു പറയാം. അപ്പം അത്രയും ഭീകരമായ അവസ്ഥകളാണ് നമ്മൾ അവിടെ ഉള്ളത്. ചാനലുകാർ മാക്സിമം കാണിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കണ്ടാലേ അതിൻ്റെ ഭീകരത മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ന് നിർത്തി വരാൻ കാരണം തന്നെ കഴിഞ്ഞ ദിവസം രാത്രി കണ്ട ഭീകരമായ, നമ്മൾ അത്രത്തോളം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരു വീട്ടിൽ ഞങ്ങളെ കൂടെ വന്നിരുന്ന സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് 4 പേര് പോയി. അവരുടെ വീട്ടിൽ കയറി അവൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ കെട്ടിപ്പിടിച്ചിലും കരച്ചിലും ബഹളങ്ങളുമായിരുന്നു. അത് കണ്ടെന്ന് ശരി. പിന്നെ എന്നിട്ടും അവർ നമുക്ക് ഫുഡ് തരാം, ചായ കുടിക്കുക എന്ന് പറഞ്ഞ് ചായ കുടിക്കാതെ വിട്ടില്ല എന്ന് പറഞ്ഞിപ്പോൾ ആ രീതിയിലൊക്കെ നമ്മളോട് അവർ സഹകരിക്കുന്നു. അവിടെ ചെന്ന് നമ്മൾ ഈ ഒരു എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു അവസ്ഥ, അത് നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. അത് അത്രയാണ്. നിരന്തരമായ ആംബുലൻസുകൾ പോകുന്ന എല്ലാ ബോഡിയോട് ഇന്നലെ അവസാനം കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ അവിടെ തന്നെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ്റെ പേര് കംപ്ലൈൻറ്റ് ശരിയാക്കിയിട്ട് പുള്ളിയുടെ ക്വാർട്ടേഴ്സിൽ കൊണ്ട് കൊടുത്തതിന് ശേഷം പുള്ളിയുടെ താമസിക്കുന്ന റിസോർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കൊടുത്തിട്ട് വെളിയിറങ്ങുന്ന സമയത്തായി ആംബുലൻസുകൾ നിരന്തരം വരുന്നത്. നമുക്കവിടെ നിന്ന് എല്ലാ ആംബുലൻസിനകത്തും ഇങ്ങനെ വെള്ളം പുതപ്പിച്ചിട്ടിരിക്കുക. അതൊക്കെ അത് കൊണ്ടുപോയി പിന്നെ നമ്മൾ ചാനലിൽ അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനത്തെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് അവിടെ ഈ ചാനലിൽ റിപ്പോർട്ടർ, അവരുടെ TV ചാനലിൽ ഈ വിഷനാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഫുഡ് കഴിക്കാൻ തോന്നുന്നതാണ്. അത് വാങ്ങിയ ഫുഡ് അതേ കണക്ക് വെച്ച് തിരിച്ചിറങ്ങി വരിക ചെയ്തത്. അവസ്ഥ വളരെ ദയനീയമാണ്. എൻ്റെ പേര് ഷുക്കൂർ ദാരിമി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാരണങ്ങളുണ്ട് അങ്ങോട്ട് എത്തിച്ചേരാൻ. പ്രധാനമായിട്ടുള്ളൊരു കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നതാണ്. ജനങ്ങൾ എന്ന് പറയുന്നത് അതിൽ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ആർക്കാണെങ്കിലും ഉപകാരം ചെയ്യുന്ന ആളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ നമ്മൾ അവിടുത്തെ സിറ്റുവേഷനാണ്. അവിടുത്തെ സിറ്റുവേഷൻ അത്രത്തോളം ഗാഢമായ ഒരു സിറ്റുവേഷൻ. അതിൽ നമ്മളാൽ ചെയ്യുന്ന ഹെൽപ്പ്, ഇപ്പൊ ആരോഗ്യപരമായിട്ട് ചിലപ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യാൻ അതിനായിട്ട് പ്രാക്ടീസ് കിട്ടിയ സന്നദ്ധ സംഘടനകൾ, അവർക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയിട്ട് അവിടെ കടച്ചു മറിക്കാനോ കാര്യങ്ങളോ പറ്റില്ല. നമ്മളാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമായിട്ട് തോന്നിയത് അവിടെ പോയിട്ട് എന്റെ തൊഴിൽ ഒരു മൊബൈൽ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്റെ ഏറ്റവും ലെവൽ ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ എന്റെ എല്ലാ ടൂൾസും പറക്കിയിട്ട്, സത്യം പറഞ്ഞാൽ അതിന്റെ തലേദിവസമാണ് ചില രൂപയുടെ പർച്ചേസ് നടത്തുന്നത്. മൈക്രോസ്കോപ്പ് അടക്കമുള്ള കുറച്ച് ടൂൾസ് അടക്കം ഫുള്ള് പർച്ചേസ് ചെയ്തു. അത് അങ്ങനെ തന്നെ ആ ബണ്ടില് മൂപ്പരോട് വെച്ചാൽ ആ ബണ്ടിൽ അങ്ങനെ തന്നെ ഒരു കാറിൽ എത്തിയത്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ടൂൾസ് ആയിട്ട് നമുക്ക്, അപ്പോൾ അതൊരു കാരണം, ഒരു നിയോഗമായിരിക്കാം. ഞാനത് പർച്ചേസ് ചെയ്യുന്നു, ആ പർച്ചേസ് ചെയ്ത് അങ്ങനെ തന്നെ ഷോപ്പിൽ കൊണ്ടുവയ്ക്കുന്നു, പൊട്ടിച്ചിട്ടില്ല. റിപ്പോർട്ടറിൽ നിന്ന് നമുക്ക് കോൾ വരുന്നു, ഒരു ടീമിനെ അങ്ങനെ ആവശ്യമുണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. നമ്മൾ പിന്നെ പ്രഥമഘട്ടത്തിൽ നമ്മൾ 2 പേര്, ഞാനും അരുണേട്ടനും കൂടിയിട്ട് പോകാൻ തീരുമാനിക്കുന്നു. വണ്ടി എടുക്കുന്നു. വണ്ടിയിൽ അവർ തിരുവനന്തപുരത്ത് നിന്ന് അവർ തൃശ്ശൂർക്ക് വന്നു. തൃശ്ശൂരിൽ നമ്മൾ എൻ്റെ ഷോപ്പിലെത്തി. അവർ രാവിലെ നമ്മളെല്ലാ സാധനങ്ങളും വണ്ടിയിലേറ്റി നമ്മൾ അവിടെ എത്തി. നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു
അടുത്തൊരു ഘട്ടം നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അവിടെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഒരു പോലീസുകാരൻ 4 ദിവസമായിട്ട് അയാളുടെ വീടുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിന്നിട്ട്, അതായത് ആളുടെ ഫോണ് നിന്ന് പോയിട്ട് ആളുടെ കോണ്ടാക്ട് ഇല്ല. അവർക്കറിയാം ഇദ്ദേഹം ഈ വയനാടാണെന്ന് അറിയാം, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അതുപോലെ ഒരുപാട് പോലീസുകാർ അവരൊക്കെ ഇതാണ്, അതായത് വിളിച്ചാൽ കേൾക്കില്ല, വിളിച്ചാൽ സംസാരിക്കാനില്ല, ഡിസ്പ്ലേ പോയതും. പക്ഷെ 2 ദിവസം കൊണ്ട് നമുക്ക് ആ ഉദ്യോഗസ്ഥന്മാരെ അടക്കം, ഇന്നലെ രാത്രി ഞങ്ങൾ 8-9 മണിയാകുമ്പോൾ അവിടുത്തെ കേണലിന്റെ ഒരു ഓഫീസറുണ്ട്, കേണലിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസർ, പുള്ളിയുടെ ഫോണ് ഡിസ്പ്ലേ മാറ്റി അത് റെഡിയാക്കി ആളുടെ താമസിക്കുന്ന സ്ഥലത്ത് രാത്രി കൊണ്ടുകൊടുത്തിട്ടാണ്, ഒരു 9:30 സമയത്ത് കൊണ്ടുകൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്തു തന്ന് നമ്മളെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് റിപ്പോർട്ടർ ടിവിയുടെ ഹിലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതുപോലെ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന അങ്ങനെ 2 പേര്. ഞങ്ങൾക്ക് താമസ സൗകര്യം അടക്കം നമുക്ക് ഏർപ്പാടാക്കിയിരുന്നു. അതായത് അവരുടെ റിപ്പോർട്ടർ ടിവിയുടെ ഓണറുടെ വീട്ടിൽ നമുക്ക് അതായത് നല്ല രീതിയിൽ നല്ല അക്കോമഡേഷൻ നമുക്ക് ചെയ്തിരുന്നു. ഭക്ഷണമായാലും അവിടുത്തെ സന്നദ്ധ സേവകരുടെ നല്ല ഭക്ഷണങ്ങൾ, നമുക്ക് ഒന്നിനും ഒരു കുറവില്ലാത്ത രീതിയിൽ നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും എല്ലാവരും ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഇതിന് നമുക്ക് ബാക്ക് എൻഡ് സപ്പോർട്ട് തന്ന നമ്മുടെ ഫാമിലി, ഏറ്റവും നന്നായിട്ട് നമുക്ക് സപ്പോർട്ട് തന്നത് നമ്മുടെ ടെക് ക്ലബിന്റെ ഫാമിലിയാണ്. നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും നമുക്ക് എല്ലാ സഹായങ്ങളും എല്ലാവരും വാഗ്ദാനം ചെയ്തു. അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ ഡിസ്പ്ലേ മാറാൻ വരുമ്പോൾ ഇതിലും ബാറ്ററിയൊക്കെ വരുമ്പോൾ നമ്മളടുത്ത് അല്ലെങ്കിൽ ഇത്രയും കോസ്റ്റ് അല്ലാതെ നമ്മൾ അവിടെ എത്തിയത്, അത് നമുക്ക് ഓരോരുത്തരും അപ്രോച്ച് ചെയ്യുമ്പോൾ അവരൊക്കെ ഫ്രീ ആയിട്ടാണ് എല്ലാം ചെയ്തു തരുന്നത്. അത് വളരെ സന്തോഷം, അത് നമുക്ക് കൂടുതൽ മോട്ടിവേഷനായി. അപ്പോൾ നമ്മുടെ ടെക് ക്ലബിലെ എല്ലാ ഫാമിലിക്കും അതുപോലെ എല്ലാ ടെക്നീഷ്യന്മാർക്കും ഞങ്ങൾ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഇതുപോലെയുള്ള നമ്മളുള്ള ഘട്ടങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മീഡിയ കവറേജ് കിട്ടാനുള്ള കാരണം ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംവിധാനം നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ, അതായത് ദുരന്തഭൂമിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നടക്കുന്നത്. നമുക്ക് എന്റെ പ്രിയപ്പെട്ട ടെക്നീഷ്യന്മാർ പറയാനുള്ളത്, നിങ്ങൾക്കും നമുക്ക് നമ്മുടെ ചുറ്റുഭാഗത്ത് ഇതുപോലെയുള്ള സംഗതി നടക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊക്കെ പ്രാഥമികമായ ആവശ്യങ്ങളാണ്. മൊബൈൽ എന്ന് പറയുന്ന പ്രാഥമിക ആവശ്യങ്ങളാണ്. ആവശ്യങ്ങളിലേക്ക് നമ്മളാൽ പറ്റുന്ന എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും നമ്മൾ നൽകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ കേട്ടല്ലോ അവരുടെ 2 പേരുടെ അഭിപ്രായങ്ങൾ ഇതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലത്തെ അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ, അഥവാ ഉണ്ടാവുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു ടെക് ക്ലബ്ബ് എന്ന് പറയുന്ന അതിന്റെ കീഴിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ പറയുന്ന പോലെ റിപ്പോർട്ടർ ആ ഒരു ടിവിയുടെ അവരുടെ ഒരു പരമാവധി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും നമ്മുടെ ഭാഗത്തുനിന്ന്, അല്ലെ, നമ്മുടെ ടെക് ക്ലബിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും നമ്മൾ പേഴ്സണലി എല്ലാവരുടെ ആ ഒരു ഇതാണെങ്കിലും ഒക്കെ ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ.